നമസ്കാരം. ഇന്ന് അപൂർവമായ അമാവാസിയാകുന്നു. മഹാശിവരാത്രി കഴിഞ്ഞ് വരുന്ന അമാവാസിയാണ്. ഇന്നലെ, അതായത് മാർച്ച് 9 ശനിയാഴ്ച തിഥി ആരംഭിച്ചിരിക്കുന്നതുമാകുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തിഥി അവസാനിക്കുകയും ചെയ്യും. എന്നാൽ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അമാവാസി തിഥിയും സൂര്യോദയവും ഇന്ന് വരുന്നതിനാലാണ് ഇന്നേ ദിവസം അമാവാസിയായി തന്നെ കണക്കാക്കുന്നത്. ഇതിനാൽ ശിവപ്രീതിക്കായി പെട്ടെന്ന് ആഗ്രഹം നടക്കുവാൻ സഹായിക്കുന്ന ഒരു ദിവസമായി തന്നെ അമാവാസിയെ കണക്കാക്കാം. മഹാശിവരാത്രിയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഏവർക്കും. അതിനാൽ ആ ശിവരാത്രിയോട് കൂടി വരുന്ന അമാവാസിക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. അത്തരത്തിൽ പ്രത്യേകതകൾ നിറഞ്ഞതാകുന്നു എന്ന് പറയാം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപായി ഒരു ചെറിയ കാര്യം ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ആഗ്രഹ സാഫല്യം സംഭവിക്കുന്നതാണ്. ഈ കാര്യം എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് അതീവ ശുഭകരമാണ്. ആ മന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഓം ഹ്രീം പൂർണ്ണ മനോകാമന സിദ്ധായേ ഹ്രീം ഫട്ട്. ഓം ഹ്രീം പൂർണ്ണ മനോകാമന സിദ്ധായേ ഹ്രീം ഫട്ട്. ഓം ഹ്രീം പൂർണ്ണ മനോകാമന സിദ്ധായേ ഹ്രീം ഫട്ട് എന്ന ഈ അതിവിശേഷപ്പെട്ട മന്ത്രം നിങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം 11 തവണ ജപിക്കുക. ഈ മന്ത്രം ജപിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കും. ഇത്തരത്തിൽ 11 തവണ ഈ ലളിതമായ മന്ത്രം ജപിക്കുന്നതിലൂടെ വളരെയധികം വിശേഷപ്പെട്ട ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ആഗ്രഹ സാഫല്യത്തിനായുള്ള മന്ത്രം കൂടിയാണ് ഇത്. ഇന്നേ ദിവസം മുതൽ ജപിച്ചു തുടങ്ങുന്നതും വിശേഷം തന്നെയാണ്. അതിശക്തിയാർന്ന മന്ത്രമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ ഇന്നേ ദിവസം ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക. എപ്രകാരമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്? ഇതിനും വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഞാൻ ഈ പറയുന്ന രീതിയിൽ മന്ത്രം ജപിക്കുക. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലസിദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യം തീർച്ചയായും ഓർക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആദ്യം ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം നിങ്ങൾ ഓർക്കുക. അത് നിങ്ങളുടെ കുടുംബക്ഷേത്രമാകാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ദർശനം നടത്തുന്ന ഒരു മഹാക്ഷേത്രമാകാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരു ക്ഷേത്രമാകാം, നിങ്ങളുടെ തട്ടകത്തെ ക്ഷേത്രമാകാം. അത്തരത്തിൽ ഒരു ക്ഷേത്രം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണം. ശേഷം ഈ മന്ത്രം ഇരു കൈകളും തുറന്ന് ചേർത്ത് പിടിക്കുക. അതിനുശേഷം കൈകളിലേക്ക് നോക്കി 11 തവണ ഈ മന്ത്രം ജപിക്കുക. ശേഷം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കേണ്ടത്, എന്താഗ്രഹമാണ് നടക്കേണ്ടത്, ആ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക. പോസിറ്റീവായി തന്നെ പറയുവാൻ ശ്രമിക്കുക. വിവാഹമാണ് നിങ്ങൾക്ക് നടക്കേണ്ടത് എങ്കിൽ വിവാഹം നടക്കണം എന്ന് പറയുക. വാഹനമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വാഹനം വാങ്ങണം അഥവാ ലഭിക്കണം എന്ന് പറയുക. വീടാണ് എങ്കിൽ വീട് പണിയാൻ അല്ലെങ്കിൽ വാങ്ങാൻ സാധിക്കണം എന്ന് പറയുക. വിദ്യയിൽ ഉയർച്ച, അതല്ല എങ്കിൽ ഇപ്പോഴുള്ള ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുക, മക്കൾക്കുയർച്ച. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ പോസിറ്റീവായ കാര്യങ്ങൾ ഈ സമയം പറയുക. നെഗറ്റീവായ ഒരു കാര്യവും ഈ സമയം പറയുവാൻ പാടുള്ളതല്ല. നെഗറ്റീവായി തന്നെ പല കാര്യങ്ങൾ, അതായത് മറ്റുള്ളവർ നശിക്കണം, അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങൾ ഒരിക്കലും വച്ച് പുലർത്തുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ പറയരുത് എന്ന കാര്യവും ഓർക്കുക. ഇത്തരത്തിൽ പറഞ്ഞതിന് ശേഷം
ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഉറങ്ങുക. ദേവിയെയും ഈ സമയം പരമശിവനെയും മനസ്സിൽ നിങ്ങൾ ധ്യാനിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങുക എന്ന കാര്യം ചെയ്യുക. എന്നാൽ ഈ കാര്യം ചെയ്യുന്നതിന് മുൻപ് ശരീരശുദ്ധി വരുത്തേണ്ടത് അനിവാര്യമാണ്. കൈയും കാലും മുഖവും നിങ്ങൾ തീർച്ചയായും കഴുകേണ്ടത് അനിവാര്യമാണ്. അതേപോലെ തന്നെ പുലവാലായ്മ ഉള്ളവരും ആർത്തവമായി ഇരിക്കുന്ന സ്ത്രീകളും ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല. ആർത്തവം കഴിഞ്ഞതിന് ശേഷം, ശുദ്ധി ആയതിനു ശേഷം, പുലവാലായ്മ കഴിഞ്ഞതിന് ശേഷം ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഇനി നാം ചെയ്യേണ്ടത് അഥവാ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ കാര്യം അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തു തന്നെ നിങ്ങൾ വിചാരിച്ചതുപോലെ ഈ കാര്യം നടക്കുകയാണ് എങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ദർശനം നടത്തുക ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. നടന്നാൽ കാലതാമസം അരുത് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് പിന്നീട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി എന്നും നിലനിൽക്കൂ. ചുവന്ന മാല ദേവിക്ക് ചാർത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. അതോടൊപ്പം ആരാണോ ആഗ്രഹം പറഞ്ഞത് ആ വ്യക്തിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തുക. അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് ആ വ്യക്തിയുടെയും പറഞ്ഞ വ്യക്തിയുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുക. കൂടാതെ കടും പായസ വഴിപാട് കൂടി ഇതോടൊപ്പം നടത്തി ദേവിയെ പ്രാർത്ഥിക്കുക. ഇപ്രകാരമാണ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും ചെയ്യണം എന്ന കാര്യം നിസ്സംശയം പറയാം. കൂടാതെ നിത്യവും ഈ മന്ത്രം വൈകുന്നേരം വിളക്ക് തെളിയിച്ചതിന് ശേഷം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അപ്രകാരം ജപിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ചതിന് ശേഷം അത് നല്ല പുഷ്പങ്ങൾ തന്നെ ആയിരിക്കണം. വാടിയ പുഷ്പങ്ങളോ കേടുപാടുകൾ സംഭവിച്ച പുഷ്പങ്ങളോ ആകുവാൻ പാടുള്ളതല്ല. ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം ആഗ്രഹം പറയുകയാണ് എങ്കിലും അത് നടക്കും എന്നാണ് പറയുക. അതിനാൽ എപ്പോഴും ജപിക്കുന്നത് ഉത്തമമാണ്. മനസ്സിലേക്ക് വന്നു ചേരുന്ന ആഗ്രഹങ്ങൾ നടക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു വഴിയാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഒരു ആഗ്രഹം മാത്രമാണ് ഒരേ സമയം പറയുവാൻ പാടൂ എന്ന കാര്യം ഓർക്കുക. പലവിധ ആഗ്രഹങ്ങൾ പറയുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാത്തതായ അവസ്ഥ സംജാതമാകും. ആ കാര്യം പ്രത്യേകം ഓർക്കുക. നടന്നതിന് ശേഷം അടുത്ത അമാവാസിക്ക് അടുത്ത ആവശ്യം പറയുക. ഇന്ന് അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസിയാവുമ്പോൾ തീർച്ചയായും അടുത്ത ആഗ്രഹം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നതാണ്. അടുത്ത ആവശ്യം പറയുക, ദേവി നടത്തി തരുന്നതാണ്. നിങ്ങൾ ശരിയായ രീതിയിലാണ് പ്രാർത്ഥിച്ചത്, ശരിയായ രീതിയിലാണ് നിങ്ങൾ ചെയ്തത്, ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഇന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ദേവി കടാക്ഷത്താലും പരമശിവന്റെ കടാക്ഷത്താലും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സദാ വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.